ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈൽ ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ബബിൾ സോർട്ട് അൽഗോരിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് ഫൈനൽ എക്സാമിനും അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് എക്സാമിനും പണ്ട് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ബബിൾ സോർട്ട് അൽഗോരിതം. അപ്പൊ ബബിൾ സോർട്ട് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. യെസ്, ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ബബിൾ സോർട്ട് കുറെ പാസസ് ഉണ്ട് അല്ലേ. ഇവിടെ നോക്കാം. 23, 12, 23, 12, 7, 11, 4 ഇതാണ് അവിടുത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിഷ്യൽ ലിസ്റ്റ് ഇതാണല്ലേ. അപ്പൊ നമുക്ക് പാസ് വൺ നോക്കാം. പാസ് വൺ എന്ന് പറഞ്ഞാൽ 23, 12, 7, 11, 4 അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കാണെങ്കിൽ ഇവിടെ 23 അല്ലെ. 23 എന്ന് പറഞ്ഞ എലമെന്റ് ആണെങ്കിൽ എങ്ങോട്ട് എത്തിക്കണം മക്കളെ? ലാസ്റ്റ് എത്തിക്കണം. അപ്പൊ ലാസ്റ്റ് എത്തിക്കണം എന്താണ്? അഡ്ജസ്റ്റന്റ് എലമെന്റ് കമ്പയർ ചെയ്യണം. അപ്പൊ ഇവിടെ 23, 12 കമ്പയർ ചെയ്ത് ഏതാ വലുത്? 23 വലുത്, അപ്പുറത്തും 12 ഇപ്പുറത്തും. അപ്പൊ എന്താണ്? 12, 23, 7, 11, 4. എന്നിട്ട് 23 7 കമ്പയർ ചെയ്യും അല്ലെ. 23 7 കമ്പയർ ചെയ്യും. ആരെ വലുത്? 23 വലുത്. അപ്പൊ 12, 7, 23, 11, 4. നെക്സ്റ്റ് 23 11 കമ്പയർ ചെയ്യും. അപ്പൊ 12, 7, 11, 23, 4. ദെൻ 23 4 കമ്പയർ ചെയ്യുന്നതാണ്. 4 വലുത്, 4 ചേർത്ത്. അപ്പൊ 12, 7, 11, 4, 23. അപ്പൊ ഇതാണ് പാസ് വൺ അല്ലേ. ഈ പാസ് ടു നോക്കാം. പാസ് ടുവിന്റെ റിസൾട്ട്, പാസ് വണ്ണിന്റെ റിസൾട്ട് നമ്മൾ 12, 7, 11, 4, 23 കേട്ടോ. ഇവിടെ വെക്കാം. ഇനി അടുത്ത 12 എത്തിക്കണം. അപ്പൊ 12 7 കമ്പയർ ചെയ്ത് 12 7 കമ്പയർ 7 ചെറുത്. അപ്പൊ 12, 7, 11 അങ്ങോട്ടോട്ട് സ്വാപ്പ് ചെയ്തോ. 4, 20. നെക്സ്റ്റ് 12 11 കമ്പയർ ചെയ്തപ്പോ 12 ചെറുത്. അപ്പൊ 11, 12, 4, 23. 12 4 കമ്പയർ ചെയ്ത് 4 ചെറുത്. അപ്പം എന്തായിരിക്കടാ? 7, 11, 4, 12, 23. ഓക്കെ, നെക്സ്റ്റ് എടുത്ത പാസ് 3 നോക്കാം. 7, 11, 4, 12, 23 പാസ് ടുവിന്റെ റിസൾട്ട്. ഇവിടെ നോക്കാം. ഇതിനകത്ത് ഇനി നമുക്ക് കമ്പയർ ചെയ്യേണ്ടതാണ് 7ഉം 11 കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. കാരണം 7 ചെറുതാണ് അല്ലേ. ഓക്കെ, ഇവിടെ നോക്കാം. 11 4 കമ്പയർ ചെയ്യാം. 11 കമ്പയർ ചെയ്യുമ്പോൾ 7, 4, 11, 12, 23. ഓക്കെ, നെക്സ്റ്റ് പാസ് 4 7, 4, 11, 12, 23 ആണല്ലേ. അപ്പൊ ഇതിനകത്ത് 4ഉം 7 കമ്പയർ ചെയ്യും. അപ്പം തരികൂടാ 4, 7, 11, 12, 23 സോർട്ടഡ് ഐറ്റംസ് ആയല്ലേ മക്കളെ. അപ്പൊ ഇതിനകത്ത് എത്ര പാസ് വരും? 1, 2, 3, 4, 5 എലമെന്റ്സ് ഉണ്ടെങ്കിൽ n-1 പാസ് അഥവാ എന്താണ് n-1 പാസസ് അഥവാ 4 പാസ് വരും അല്ലെ. 4 പാസ് അവിടെ വരും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് നമുക്ക് ഈ സെക്കൻഡ് ടൈം എക്സാമിന് ഈ സോർട്ടിംഗ് അൽഗോരിതം വരുന്ന ഒരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഒരിക്കലും മിസ്സാക്കി കളയില്ല ക്വസ്റ്റ്യൻ. അപ്പൊ ഓക്കെ, നമ്മുടെ സൂപ്പർ സിസ്റ്റിയിൽ ഇന്ന് മെഗാ മാരത്തോൺ ഉണ്ട്, നാളെ സൂപ്പർ സിസ്റ്റി ഉണ്ട്. അപ്പൊ ആ ലൈവിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ഒരിക്കലും മിസ്സാക്കി കളയില്ല ലൈവ്. അപ്പൊ ഓക്കെ, ബൈ.